कार्थुम्बी छाते केरला के एक छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं। लोकल के लिए वोकल होने का इससे बेहतरीन उदाहरण और क्या होगा? മൻ കി ബാത്തിലെ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ അട്ടപ്പാടിയിലെ ഈ വീട്ടമ്മമാർക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കേരള മാതൃകയെ പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞത് ഏറെ സന്തോഷിപ്പിക്കുകയാണ് ഇവരെ. കാർത്തുമ്പി വർണ്ണക്കുടകൾ ഹിറ്റായി കഴിഞ്ഞു. പ്രധാനമന്ത്രി സാർ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾക്ക് അട്ടപ്പാടിൻ്റെയും തമ്പിൻ്റെ പേരിലും നന്ദിയും കടപ്പാടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതിൽ അത്ര വലിയ ഒരു പ്രഖ്യാപനം സാറ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ഉപകാരമായിരിക്കും. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണങ്ങൾ വാർത്തയാകുമ്പോഴാണ് ഊരുകളിൽ തന്നെ സ്വയം പര്യാപ്തതയുണ്ടാവട്ടെ എന്ന ആശയം 2014 മുന്നോട്ട് വരുന്നത്. തമ്പ എന്ന പേരിൽ ആദിവാസി വീട്ടമ്മമാരുടെ കൂട്ടായ്മയുണ്ടായി. സ്വകാര്യ വ്യക്തികളും പിന്നീട് സർക്കാരും സഹായം നൽകി. അങ്ങനെ മനോഹരമായ കാർത്തുമ്പി വർണ്ണക്കുടകൾ ഊരുകളിൽ തന്നെ നിർമ്മിച്ചു. 7 ലക്ഷം രൂപ നമ്മൾ ആദ്യം സമാഹരിച്ച് അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അപ്പോൾ അതിൽ അവർ 7 ലക്ഷം രൂപ തരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ കുട നിർമ്മിച്ച് കുട വിറ്റ് അതിന്റെ നമ്മൾ കടം മേടിച്ച പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ 16-17 തോന്നുന്നു നമ്മുടെ ബാലൻ മിനിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് സർക്കാരിന്റെ ഒരു സഹായം 16,40,000 രൂപ കിട്ടി. അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 13 ഊരുകളിലാണ് കാർത്തുമ്പിക്കുടകളുടെ നിർമ്മാണം നടക്കുന്നത്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഓർഡർ ലഭിക്കുന്നു. 12 മുതൽ 15 കുടകൾ വരെയാണ് പ്രതിദിനം ഒരാൾ നിർമ്മിക്കുന്നത്. ഒരു കുടയ്ക്ക് 30 രൂപ പ്രതിഫലം. ശരാശരി 450 രൂപ ദിവസേന പ്രതിഫലം പറ്റുന്ന വീട്ടമ്മമാരുണ്ട്. ബാഗിനും ബുക്കിനും എല്ലാം മേടിക്കാൻ നല്ല യൂസ് ആയിരുന്നു പൈസ. അപ്പോൾ 50 രൂപ പൈസ കിട്ടിയ ഒരു കുടത്തിന് ഇപ്പോൾ ദിവസവും ഞാൻ 500-600 വെച്ച് സമ്പാദിക്കായിരുന്നു. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇനി കൂടുതൽ സഹായം കിട്ടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ആധുനിക രീതിയിലുള്ള കുട നിർമ്മാണത്തിന് കൂടുതൽ മൂലധന സമാഹരണമാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്.